നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളികളടക്കമുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഭൂമിയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. എന്നാലോ ഇവിടെ നിന്നും ഈ മഹാമാരിയുടെ കാലത്ത് കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. കൊറോണയെ പ്രതിരോധിക്കാനുള്ള നെട്ടോട്ടം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്താകട്ടെ ജോലിയിലെ അസ്ഥിരത പ്രവാസികളെ ആശങ്കപ്പെടുത്തുകയാണ്. അവരിൽ കുടുംബങ്ങളായി ജീവിക്കുന്നവരെയാണ് കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരു പ്രവാസിക്ക് അന്തിയുറങ്ങാൻ സ്വന്തം മണ്ണ് പോലും നിഷേധിക്കപ്പെടുന്നത് ഏറെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാകുകയാണ്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പിടിവാശി മൂലം പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വൈകുന്നതായി വ്യാപക പരാതികളാണ് ലഭിക്കുന്നത്. മൃതദേഹം കൊണ്ടുപോകാൻ നാട്ടിലെ അവകാശികൾ അനുമതി നൽകുന്ന മുദ്രപത്രം മരണം നടന്ന ശേഷം വാങ്ങിയതാകണം എന്നാണ് പുതിയ നിബന്ധന. ഇത് അപ്രായോഗികമാണെന്ന് സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. കോൺസുലേറ്റിന്റെ പിടിവാശി കാരണം 4 മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ 2 ദിവസങ്ങളിലേറെയായി വൈകുകയും ചെയ്തു. തിരുവനന്തപുരം സ്വദേശികളായ ഷിബുമോഹൻ, സുധീഷ് കുമാർ, പട്ടാമ്പി സ്വദേശി അസീസ്, നാദാപുരം സ്വദേശി ഇസ്മായിലിൽ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കോൺസുലേറ്റിന്റെ പിടിവാശി മൂലം വൈകിയിരിക്കുന്നത്. പുതിയ കോൺസുൽ ജനറലാണ് മരണം നടന്ന ശേഷം വാങ്ങിയ മുദ്രപത്രത്തിൽ NOC വേണമെന്ന സാങ്കേതിക തടസ്സം ഉന്നയിക്കുന്നത്. മുദ്രപത്രം ട്രഷറിയിൽ നിന്ന് വാങ്ങി സൂക്ഷിക്കുന്നത് ലൈസൻസുള്ള വോളണ്ടിയർമാരാണ് എന്നതിനാൽ പുതിയ നിബന്ധന പ്രായോഗികമല്ലെന്ന് സാമൂഹിക പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നു. ഇത് പ്രവാസികളിൽ ഏറെ വേദനയായി മാറിയിരിക്കുകയാണ്. ഒപ്പം അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.